അതെ, വിമർശകരുടെ നാവടപ്പിച്ചുകൊണ്ട് വായടപ്പിച്ചുകൊണ്ട് നമ്മുടെ SellerFX എന്ന് പറയുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വളരെ മനോഹരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല പ്രോഫിറ്റുകൾ ഓരോ കസ്റ്റമേഴ്സിനും കൊടുത്തുകൊണ്ട് നമ്മുടെ SellerFX മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, SellerFX-നെ കുറിച്ച് തന്നെയാണ്. അതായത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ SellerFX-നെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും ഇതിനെക്കുറിച്ച് പല രീതിയിൽ പറയുന്നുണ്ട്. അതിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് SellerFX വളരെ നല്ല രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ റെഫർ ലിങ്കൊക്കെ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുക. പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളത് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ്. ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഓപ്ഷനുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്റേണലായിട്ട് തന്നെ പ്രോഫിറ്റ് കിട്ടുന്ന നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്റ്റേണലായിട്ട് നമുക്ക് മറ്റുള്ളതിൽ നിന്നും നമുക്ക് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്റേണലായിട്ട് നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് നമുക്ക് റീടോപ്പ് അപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് വീഡിയോ ഇട്ട് പോകും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ SellerFX-ൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയ സംഭവം എങ്ങനെയാണ് നമുക്ക് അത് റീടോപ്പ് അപ്പ് ചെയ്യാം എന്നാണ്. എനിക്കിപ്പോൾ പ്രോഫിറ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് 18 USDT ആണ്. ഈ 18 USDT ഞാൻ റീടോപ്പ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ അതിന് ചെയ്യേണ്ടത് നമ്മൾക്ക് ഇവിടെ അപ്ഗ്രേഡ് പ്ലാൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്ഗ്രേഡ് പ്ലാൻ, നമ്മൾ അപ്ഗ്രേഡ് പ്ലാനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമുക്ക് ഡെസ്ക് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്ഗ്രേഡ് പ്ലാൻ ഇതിൽ കിട്ടില്ല. SellerFX നമ്മൾ ഡെസ്ക് ടോപ്പ് മോഡ് ഓഫ് ചെയ്തിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ കിട്ടുകയുള്ളൂ. ഡെപ്പോസിറ്റ് നൗ എക്സ്റ്റേണലും ഡെപ്പോസിറ്റ് നൗ അക്കൗണ്ട് ബാലൻസ്. നമുക്ക് വേണ്ടതാണ് ഡെപ്പോസിറ്റ് നൗ അക്കൗണ്ട് ബാലൻസ് ആണ്. അക്കൗണ്ട് ബാലൻസിൽ നിന്നാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഡെപ്പോസിറ്റ് നൗ അക്കൗണ്ട് ബാലൻസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് എമൗണ്ട് ഇവിടെ ടോട്ടൽ എത്രയാണുള്ളത്? 18 USDT. നമ്മളവിടെ 18 USDT എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഡെപ്പോസിറ്റ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് നൗ, അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്തായി, നമുക്ക് 18 USDT നമ്മൾ അവിടെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അത് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴേനും വരുള്ളത് ഇത് 24 hours നമുക്കിവിടെ ഈ അക്കൗണ്ട് ബാലൻസ് ഉള്ളിടത്ത് നമുക്കിവിടെ ഡെപ്പോസിറ്റ് മിനിമം ഡെപ്പോസിറ്റ് എന്നുള്ളിടത്ത് നമുക്ക് എത്ര കാണാൻ പറ്റും? 18 USDT നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, താങ്ക് യു.